പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദി റസൂലുള്ളാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാഹോദര്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ സാഹോദര്യം എന്നത് വിശ്വാസത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. മനുഷ്യരെ തമ്മിൽ സ്നേഹത്തിലും ഐക്യത്തിലും ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു അടിത്തറയാണ് സാഹോദര്യം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തും ഫ അസ്ലിഹു ബൈന അഖവൈക്കും. വിശ്വാസികൾ തമ്മിൽ സഹോദരന്മാരാണ്, അതിനാൽ നിങ്ങളുടെ സഹോദരന്മാരെ തമ്മിൽ ഐക്യം സ്ഥാപിക്കുക. വിശ്വാസബന്ധം രക്തബന്ധത്തേക്കാൾ ശക്തമാണെന്ന സത്യമാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾ തൻ്റെ സഹോദരൻ്റെ വേദനയിലും സന്തോഷത്തിലും ഒരുപോലെ പങ്കുചേരേണ്ടവനാണ്. ജാതി, മതം, ഭാഷ, ദേശം എന്നീ വ്യത്യാസങ്ങൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു മനോഭാവമാണ് സാഹോദര്യം എന്നത്. ഒരാൾ തൻ്റെ സഹോദരൻ്റെ വേദന സ്വന്തം വേദനയായി കാണുവാനും സന്തോഷത്തിൽ പങ്കുചേരാനും അവനെ സഹായിക്കുന്ന ഒരു മഹത്തായ മൂല്യമാണ് ഇത്. സാഹോദര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലാ യുഹിബ്ബു അഹദുക്കും ഹത്താ യുഹിബ്ബു അഹീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് പോലെ സഹോദരർക്കും ഇഷ്ടപ്പെടാതെ നിങ്ങളിൽ ആരും പൂർണ്ണ വിശ്വാസിയാകയില്ല. അതുപോലെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കൂ. പ്രിയരെ, ഇന്ന് ലോകത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഏറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും മനുഷ്യർ തമ്മിലുള്ള അകലം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. വിദ്വേഷവും അസഹിഷ്ണുതയും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാഹോദര്യത്തിൻ്റെ പ്രസക്തി വളരെ കൂടുതലാണ്. പരസ്പരം സഹായിക്കുക, നീതി പാലിക്കുക, ക്ഷമ കൈക്കൊള്ളുക, ഇതെല്ലാം ഖുർആനിക സാഹോദര്യത്തിൻ്റെ ഭാഗങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തായവർ തഖ്വയുള്ളവരാണ്. ഖുർആൻ വിദ്വേഷത്തെയും അസഹിഷ്ണുതയെയും ശക്തിയായി നിരോധിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ പരിഹസിക്കുക, അവരെ നിന്ദിക്കുക, മോശം വിളിപ്പേരുകൾ വിളിക്കുക, ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ സാഹോദര്യത്തെ തകർക്കുന്നതാണ്. അതിനാൽ സാഹോദര്യം വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ പ്രവൃത്തിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ സമാധാനപരവും അനുഗ്രഹീതവുമായ ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാനാവും. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.